ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ളോഗ്. ഞങ്ങൾ എല്ലാവരും കൂടെ നാട്ടിലെത്തിയ ദിവസം വിഷുവിൻ്റെ 2-3 ദിവസം മുന്നേ ഞങ്ങൾ നാട്ടിലെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മ അടിച്ചേരിയിൽ നിന്ന് വടകര വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാവിലെയായിരുന്നു നാട്ടിലെത്തിയത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വടകരയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബസ് ഞങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് നേരെ ഓർക്കാട്ടിലേക്കൊക്കെ നമുക്ക് ഓട്ടോ കിട്ടും. അല്ലെങ്കിൽ കുന്നുമക്കരയിൽ നിന്ന് നമുക്ക് നേരിട്ട് ഓട്ടോ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുന്നുമക്കരയിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ഓർക്കാട്ടിലേക്ക് പോകണം കേട്ടോ. ഇത് ചേട്ടൻ്റെ നാടാണ്. ഇത് കുന്നുമക്കര ഭാഗമാണ്. നേരത്തെ കണ്ടത് പിന്നെ കരിയാട് ഭാഗമാണ്. ഫുള്ളും ഹരിതാഭയും പച്ചപ്പുമാണ് ഇവിടെ. നമ്മുടെ നാട് മൊത്തം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നല്ലൊരു ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ പറയാറ് പൊതുവെ. അതുപോലെ ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെ നാട് പോലെ ഒരു നാടും ഇല്ല കേട്ടോ. കേരളം പോലെ ഇങ്ങനത്തെ ഒരു നാട് ഇവിടെ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ഏകദേശം ഓർക്കാട്ടിരി എത്താറായി. ഓർക്കാട്ടിരിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒന്ന് വളഞ്ഞിട്ടാണ് നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ എത്തുക. അപ്പം ഞങ്ങൾ അവിടെ എത്താറായി. അവിടെ നിന്ന് നേരിട്ട് ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും. ഞങ്ങൾ അധികം ഈ വടകര ഭാഗത്താണ് ഷോപ്പിങ്ങിന് പോകാറ് കേട്ടോ. എനിക്ക് കണ്ണൂർ ഭാഗത്ത് ഷോപ്പിങ് അറിയാം, പക്ഷേങ്കിൽ അധികവും ഞങ്ങൾ പോകാറ് വടകര ഭാഗത്താണ്. നല്ല സെലക്ഷനുകളുണ്ട്. കണ്ണൂർ ഇല്ല എന്നല്ല, പക്ഷേങ്കിലും ഞാൻ അധികവും പോകാറുള്ളത് വടകരയാണ്. പണ്ടേ ഞങ്ങൾ വടകരയിലെ മറ്റേ റോയൽ ഫാമിലി യാറ ഒക്കെയാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി കേട്ടോ. അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ വടകര പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങണം. പുതിയ സ്റ്റാൻഡിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ നേരത്തെ എന്നെ വിളിച്ചായിരുന്നു. ഞാനിവിടെ എത്തി. നമുക്ക് നേരിട്ട് അവിടെ സുഖമായിട്ട് അവിടെ നിന്നും ബസ് കിട്ടും. അടിച്ചേരി വന്നിട്ട് അവിടുന്ന് നേരെ വടകരയ്ക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വടകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള വ്ളോഗ് എടുക്കുന്നത്. പുറത്തുനിന്നുള്ള നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോഴുള്ള വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നതെല്ലാം ബസ്സിലുള്ള കുറേ ആൾക്കാർ കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്കതല്ലല്ലോ, അവരെന്തോ വിചാരിച്ചോട്ടെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ വടകര കൈനാട്ടിയാണ് കേട്ടോ. കൈനാട്ടി അവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കിലാണ്. ഇവിടെ ഫുൾ പൊടിയാണ് കേട്ടോ. പൊടി കൊണ്ട് ഇതെപ്പം വർക്ക് കഴിയുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. റോഡ് വർക്ക് ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടോ, ബ്രിഡ്ജ് വരുന്ന കണ്ടോ. ഇതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴി പോകുന്നതൊക്കെ. ഫുള്ള് ബ്രിഡ്ജിൻ്റെ ഇത് നടക്കുന്നതുകൊണ്ട്, വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നമുക്ക്. ഇനിയിപ്പോൾ 2-3 കൊല്ലത്തോളം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോസ്പിറ്റലാണ് പാർക്ക് ഹോസ്പിറ്റൽ. നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ അത് പോകാൻ ഇടവരുത്താതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം പഴയ സ്റ്റാൻഡിനോട് അടുക്കാറായി കേട്ടോ. പഴയ സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുതിയ സ്റ്റാൻഡിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ജെൻസിനുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വാങ്ങാറുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങ് പോവാതെ ഇവിടെ ഇറങ്ങി പഴയ സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെയുള്ള താഴെയുള്ള കുറേ കപ്പ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, ജെൻസിൻ്റെ മാത്രമായിട്ടുള്ള. അപ്പോൾ അവിടെ ഇറങ്ങും. ഇതാണ് പഴയ സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഈ സ്റ്റാൻഡിനോട് കുറച്ച് ദൂരം പോയാലാണ് നമ്മൾ പഴയ സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഈ വഴിയാണ്, ഈ റൈറ്റ് സൈഡ് കൂടെയാണ് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. നമുക്ക് നേരിട്ട് ത്രൂ പുതിയ ബസ് സ്റ്റാൻഡിലാണ് പോകേണ്ടത്. അമ്മ അവിടെയാണ് ഇരിക്കുന്നത്. അമ്മയോട് അവിടെ വരാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് പോവാം. പക്ഷേ അമ്മയോട് അവിടെ ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകണം. ഇത് കണ്ടോ, ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് നമ്മുടെ
പഴയ സ്റ്റാൻഡിലിരിക്കുന്നത്. ഇതുണ്ടോ നിറയെ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നയാണ് നോക്കി കേട്ടോ. ഇപ്പം കൊന്ന കിട്ടാത്തവർ ഇതൊക്കെയാണ് ഉപയോഗിക്കുക. ആ ചെറിയൊരു പീസിന് 40 രൂപ കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു, വെറുതെ ചുമ്മാ നമുക്ക് കൊന്ന കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൂക്കാന്നുള്ള ഒരു രീതിയിൽ ചോദിച്ചതാണ്. ഇത് നമ്മൾ എടോടി കഴിഞ്ഞ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിറയെ കടകളുണ്ട്, ടെക്സ്റ്റൈൽസും ചെറിയ കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ഫാമിലിയാണ്, ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സൂര്യ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ഇതാണ് പുതിയ സ്റ്റാൻഡ്, കണ്ടോ. ഇവിടെയാണ് എല്ലാ ബസ്സുകളും നിർത്തുക. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ അവൻ അമ്മേൻ്റെ കൂടെ പോയി കേട്ടോ. അമ്മയും അവനും കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്, വിഷു ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ കയറിയിട്ട് നേരെ ഫാമിലിയിലേക്കാണ് പോയത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് പോയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയോ മനസ്സിലായിട്ട് നമ്മളെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലിയിലെത്തി കേട്ടോ. ഇതാണ് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ. നല്ല സൂപ്പറാണ് ഇവിടുത്തെ, എനിക്കിഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവന് വേണ്ടി ഫസ്റ്റ് നന്ദുവിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കി കേട്ടോ. അവന് ടീഷർട്ടാണ് ഫസ്റ്റ് നോക്കിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ ടീഷർട്ട് ഇടുന്നതാണ് കേട്ടോ. ഷർട്ട് എനിക്ക് അത്ര ഇട്ടാൽ എനിക്ക് അത്ര ഇഷ്ടമാറില്ല. ടീഷർട്ട് അവന് നല്ലോണം തരും. പക്ഷേങ്കിൽ ചിലവർക്ക് അവനെ ഷർട്ടിലാണ് നല്ലതെന്ന് പറയും. പക്ഷേ ഞാൻ അധികവും ടീഷർട്ടാണ്. ഷർട്ട് ഇതൊക്കെ ചിലത് അവന് നല്ലോണം ചേരും, ചിലത് എനിക്ക് അവന് ചേരാത്ത പോലെയാണ് തോന്നാറ്. അപ്പം ഞങ്ങൾ കുറേ തിരഞ്ഞ് അവനാണെങ്കിൽ അവനെയും കൂട്ടി പോയാൽ അവന് ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് കഴിച്ച് അവന് സൈസ് ഒക്കില്ല. ഓരോരോ സൈസ് ഓരോരോ പ്രശ്നമുണ്ട്. ഓരോരോ ബ്രാൻഡിനും ഓരോരോ പ്രശ്നങ്ങളായിട്ടുണ്ടാവും. ഓരോന്ന് ഇട്ട് നോക്കി അവനവസാനം ഭ്രാന്താവും. അവസാനം ഞങ്ങൾക്കും ഭ്രാന്താവും. അവസാനം ഞങ്ങൾ ഇറങ്ങിപ്പോരാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അവന് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്ന് ഞങ്ങൾ അവനിട്ട് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ചിലത് അവന് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും, അച്ഛന് മുണ്ടും ഷർട്ടും, അമ്മക്കൊരു ചുരിദാറിൻ്റെ മെറ്റീരിയലും, പിന്നെ എനിക്കൊരു ഡ്രസ്സും എടുത്തു അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി കേട്ടോ. അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ പോയത്. അപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടായി. പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആ ഒരു തിരക്കിൽ ഞങ്ങൾ ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വടകരയിലെ ഫാമിലിയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ വിഷുവിന് പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ അമ്മയുമായിട്ട്, അതായത് ചേട്ടൻ്റെ അമ്മയുമായിട്ട് കൂടി പോകുന്നൊരു വീഡിയോ ഉണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കത് കാണാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.